3/5 ഹോൾ ഘാതം 3 ഇൻറ്റു 3/5 ഹോൾ ഘാതം -6 സമം 3/5 ഹോൾ ഘാതം 2x - 1 ആയാൽ എക്സിൻ്റെ വില കാണുക. ഇതിൽ സമത്തിൻ്റെ ഇടതുവശത്ത് 3/5 ഹോൾ ഘാതം 3 ഇൻറ്റു 3/5 ഹോൾ ഘാതം -6. ഇവിടെ പാദസംഖ്യകൾ തുല്യമാണ് 3/5 3/5, ഇടയിൽ ഗുണനചിഹ്നമാണ്. അപ്പോൾ കൃത്യങ്ക നിയമം a ഘാതം m ഇൻറ്റു a ഘാതം n. പാദസംഖ്യകൾ തുല്യം, ഗുണനചിഹ്നം വരുമ്പോൾ നമ്മൾ പാദസംഖ്യ എഴുതുക. a ഘാതം കൃതികൾ നമ്മൾ കൂട്ടുക m + n. ഇതാണ് സൂത്രവാക്യം. നമുക്ക് അതുപോലെ പാദസംഖ്യകൾ തുല്യം പാദസംഖ്യ എഴുതി, പാദസംഖ്യകൾ തുല്യം പാദസംഖ്യ എഴുതുക. എന്നിട്ട് എ എന്ന് എഴുതിയിട്ട് കൃതികൾ തമ്മിൽ കൂട്ടി. ഇവിടെ കൃതികൾ തമ്മിൽ കൂട്ടുമ്പോൾ 3ഉം -6ഉം കൂടി കൂട്ടുക. 3ഉം -6ഉം കൂടി കൂട്ടുമ്പോൾ എന്ത് വരും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പം 3 കൂട്ടണം -6 നമുക്ക് -3 കിട്ടും. കാരണം വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം -3 സമം 3/5 ഘാതം ഇവിടെ എത്രയാണ്? 2x - 1. ഇതിപ്പോൾ ഒരു സമവാക്യമാണ്. ഇതിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഓരോ പാദസംഖ്യകളും അതിൻ്റെ കൃതിയുണ്ട്. അപ്പോൾ ഈ പാദസംഖ്യകൾ തുല്യമാണ് 3/5 3/5. ഒരു സമവാക്യത്തിൽ പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ കൃതികളും തുല്യമായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ഈ രണ്ട് കൃതികൾ തുല്യമായിരിക്കണം. ഇവിടുത്തെ കൃതി എന്താ? 2x - 1 സമം ഇവിടുത്തെ കൃതി എന്താ? -3. ഇത് നമുക്ക് x കാണണം. x കാണണമെങ്കിൽ 2x ഇവിടെ എഴുതുക സമം -3 ഈ -1 അങ്ങ് എടുത്തു +1 2x സമം ഇതെങ്ങനെ കൂട്ടുക? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ഇടുക. -2 അത് വരും. 2x സമം -2 ആണെങ്കിൽ x സമം -2/2. -2/2 ഉത്തരം എക്സിൻ്റെ വില -1.